ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് കോടതിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. കല്യാണിയാണെങ്കിലോ അവൾ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ഏറ്റുപറയാണ്. തനിക്ക് അപ്പോഴുണ്ടായ ആ ഒരു സാഹചര്യം മൂലമാണ് വിക്രത്തിനെ തല്ലേണ്ടി വന്നതെന്നും അതിന് കോടതി തരുന്ന എന്ത് ശിക്ഷയും താൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജഡ്ജിയമ്മയാണെങ്കിലോ കല്യാണിയെ കുറിച്ചിട്ടും അതുപോലെ വിക്രത്തെ കുറിച്ചിട്ടും ഉള്ള പ്രസ്താവനകൾ നടത്തുക. വിധി ഇനിയിപ്പം എന്തായാലും പ്രസ്താവിക്കാണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും കല്യാണി കോടതിയിൽ കാണിച്ചതും കല്യാണി വിക്രത്തോട് ചെയ്തതും അതും ആർക്കും തിരുത്താൻ സാധിക്കാത്ത ഒരു തെറ്റ് തന്നെയാണ്. ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ച്, അതും തൻ്റെ സഹോദരനാണെങ്കിൽ കൂടിയും ആരെയും ആക്രമിക്കാനുള്ള ഒരു അധികാരവും ഒരു മനുഷ്യനും ഇല്ല എന്നുള്ള കാര്യം കോടതി കണ്ടെത്തുമ്പോഴത്തേക്കിനും അവിടെ കല്യാണി അത് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കോടതി വിശദീകരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിധി ഇനി എന്താകും കിരണേട്ടാ? എനിക്കാണെങ്കിൽ കല്യാണിക്കെതിരെ ഇനി വിധി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാകുന്നു എന്നും പറഞ്ഞ് നമ്മുടെ സോണിയാണെങ്കിലും കിരണിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, നീ പേടിക്കാതെ ഇരിക്കുക, നമുക്ക് വരുന്നിടത്ത് വെച്ച് തരണം ചെയ്യാം. കല്യാണി എന്തായാലും ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് അവളിതാ ഇപ്പോൾ കോടതിയിൽ കുറ്റമൊക്കെ സമ്മതിക്കുകയും ചെയ്തു. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക, വിധി വരട്ടെ എന്നുള്ള രീതിയിൽ കിരൺ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിൽ ചങ്കിടിപ്പോട് കൂടി ഇരിക്കുകയാണ്. എന്തായാലും ഇനി വിധി കല്യാണിക്കെതിരെ ആകണം, അങ്ങനെ ആയെങ്കിൽ മാത്രമേ തൻ്റെ വിക്രമാദിത്യൻ രക്ഷപ്പെടുകയുള്ളൂ. ഈ ഒരു ചിന്തയിലാണ് നമ്മുടെ പ്രകാശൻ ഇരിക്കുന്നത്. വിക്രം ആണെങ്കിലും ഇനിയിപ്പം താൻ ഇവിടെ ഒരു കേസാണ് ഫയൽ ചെയ്തതെങ്കിൽ തനിക്കെതിരെ 2 കൗണ്ടർ കേസുകളാണ് കക്ഷി ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണി തനിക്കെതിരെ ഇങ്ങനെയൊക്കെ കളിച്ചത് കൊണ്ട് താൻ ഇനി പെട്ടുപോകുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ വിക്രത്തിനും ഉണ്ട്. അതിനുശേഷം നമ്മുടെ ജഡ്ജിയാണെങ്കിലോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ദേ ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് കല്യാണിയുടെ പേരിലാണ് ആദ്യത്തെ കംപ്ലൈന്റ് വന്നത്. പക്ഷേ സാക്ഷികളെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിക്രത്തിനെതിരെ വേറെ 2 കൗണ്ടർ കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതിയും കാര്യങ്ങളുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കല്യാണി ചെയ്ത തെറ്റല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതുപോലെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുത്തനെ വെച്ച് പൊറപ്പിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ വക്കീൽ തന്നെ എഴുന്നേറ്റ് നിന്ന് പറയുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവനാണെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറേണ്ടത് തന്നെയാണ്. അപ്പം ജഡ്ജിയും പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് വേണ്ടത്. ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ആ ഒരു കാര്യം അത് മാത്രമേ ഇവിടെ കല്യാണിയും ചെയ്തിട്ടുള്ളൂ. ഇത്രയധികം ക്രൂരതകൾ, അത് സോണിയുടെ കാര്യത്തിലാണെങ്കിൽ സോണിയുടെ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തിയതിൽ നമ്മുടെ വിക്രത്തിനാണെങ്കിലും ഒരുപാട് മുൻവൈരാഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൻ ആ ആൽബിയെ ആ രീതിയിലൊക്കെ അടിച്ച് പദം വരുത്തിയത്. സോണി അനുഭവിച്ചതും അതുപോലെ ശരണ്യ അനുഭവിച്ചതും, ശരണ്യയുടെ ജീവിതത്തിലെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സുരേഷ് എന്ന ഭർത്താവ് അയാൾ ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകം പോലെ തന്നെയാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തുകയാണ്. അതുകൊണ്ട് ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്തതിന് വ്യക്തമായ ഒരു തെളിവ് അത് ഫോറൻസിക് ഭാഗത്തു നിന്നും CCTV ഫുട്ടേജിൽ നിന്നുമൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട് വിക്രത്തിനെതിരെ നല്ല രീതിയിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ആ ജഡ്ജി വാദിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി ഇത് പറഞ്ഞതും വിക്രവും പ്രകാശനും ഒക്കെ ഞെട്ടി. അതുകൊണ്ട് കല്യാണി രക്ഷപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ കിരണിനും സോണിക്കും ഒക്കെ സമാധാനമായി. പെട്ടെന്ന് തന്നെ ഇവനെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു ഉത്തരവാണ് കോടതി നൽകുന്നത്. പെട്ടെന്ന് നമ്മുടെ വിധി കേട്ടതും പ്രകാശനാണെങ്കിൽ ചങ്കിനകത്ത് വലിയ വിമ്മിഷ്ടമൊക്കെ ആയി. തൻ്റെ മകൻ ജയിലിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാഴ്ച അത് പ്രകാശനെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായിട്ടുള്ള ഒരു വേദന തന്നെയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കിനും കോടതി വിധിയും വന്നു. ഇനിയിപ്പം പ്രകാശന്റെ മകനും ഒന്നും രക്ഷയില്ലല്ലോ. അങ്ങനെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് നമ്മുടെ വിക്രത്തിനെ കൊണ്ടുവരുന്ന കാഴ്ച കാണുന്ന പ്രകാശനാണെങ്കിലും ചങ്കുവേദന കൊണ്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ കഷ്ടപ്പെട്ട് പൊളയുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കല്യാണിയും കിരണും സോണിയും ശരണ്യയും ഒക്കെ അങ്ങോട്ട് വരിക. ശരണ്യയും സോണിയും കൂടി പറയുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീര് വീഴ്ത്തിയവനാ ഇവൻ. അവനെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഇതെല്ലാം കാണാൻ അർഹതയുള്ളവൻ തന്നെയാണ്. ഈ ചെറുക്കനെ ഇത്രയധികം വഷളാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലും ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ പ്രകാശൻ ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ്. തൻ്റെ മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പ്രകാശനാണെങ്കിലോ
അവന്റെ കാരണം നോക്കി 2-3 അടിയൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യും? താൻ ഇനി ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പെട്ടതും തൻ്റെ മകന് വേണ്ടി മാത്രമാണ്. ആ മകൻ തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണല്ലോ തിരികെ തന്നത് എന്ന് ആലോചിക്കുന്ന പ്രകാശന് സ്വന്തം ആത്മനിയന്ത്രണം വിട്ടുപോയി. കിരൺ വിക്രത്തെ തല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കിനും പോലീസുകാർ തടയുകയാണ്. പെട്ടെന്ന് തന്നെ വിക്രം പറയുന്നുണ്ട്, അച്ഛാ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു വക്കീലിനെ വെച്ച് എൻ്റെ കേസ് ഒന്ന് വാദിക്കണേന്ന് പറയുമ്പോൾ, ഇല്ലടാ നിന്നെ ഞാൻ ഇനി പുറത്തിറക്കാനായിട്ട് ഞാൻ ആരുടെ കാലാ പിടിക്കേണ്ടത്? ഇല്ല, ഇനി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് ചങ്ക് പൊത്തിപ്പിടിച്ച് പ്രകാശൻ അവിടെ ഇരുന്നു. അപ്പം വിക്രത്തിനെ അവര് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വക്കീൽ അങ്ങ് ഓടി വരിക. വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇപ്പൊ ഇയാൾക്ക് ശരിക്കും നെഞ്ചുവേദനയാണെന്നാ തോന്നുന്നത്. എൻ്റെ പൊന്നു മോളെ കല്യാണി, നിന്റെ ആങ്ങള ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്. അതിന് കൂട്ടുനിന്ന ഇയാളും കള്ളം തന്നെയാണ്. പക്ഷെ നെഞ്ചുവേദന വന്ന് കിടക്കുന്ന ഇയാളെ സഹായിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. ഇവിടെ വെച്ച് ഇയാൾക്ക് വല്ലതും സംഭവിച്ചു പോയാലോ? അതെ, അങ്ങനെ പെട്ടെന്നൊന്നും ഹൃദയം നിന്നു പോകുന്ന ഒരു മനുഷ്യനല്ല. ഇത്രയധികം ക്രൂരതകളൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യന് ഹൃദയം ഉണ്ടെന്ന് തന്നെ ഈ സമയത്താണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇയാളെ സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇയാൾ എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് ഇയാൾ അനുഭവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ കല്യാണി അവളുടെ തീരുമാനം അറിയിക്കുമ്പോഴത്തേക്കിനും കിരണാണെങ്കിലും, എൻ്റെ ഭാര്യ ഞാൻ സമ്മതം മൂളിയത് കൊണ്ട് തന്നെയാണ് ഇതിനു മുന്നേയും ഇയാളെ സഹായിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപ കൊടുത്ത് ഇയാളുടെ കടമൊക്കെ തീർത്തത് എൻ്റെ കല്യാണിയാണ്. അതും പോരാഞ്ഞ് ഇയാൾക്ക് ഇതുപോലെ തന്നെ നെഞ്ചുവേദന വന്ന സമയത്ത് ആശുപത്രിയിലെ സകല കാര്യങ്ങളും നോക്കി ഇയാളെ പരിചരിച്ച മകളാണ്. എന്നിട്ടും ഈ മകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ കള്ളന് വേണ്ടി കൂട്ടു നിൽക്കുന്ന ഈ തന്തയെ ഇനി ഞങ്ങൾ രക്ഷപ്പെടുത്തില്ല എന്നുള്ള കാര്യം തന്നെ കിരണും പറയുമ്പോഴത്തേക്കിനും പിന്നെ ആ വക്കീലിന് മറ്റൊരു മാർഗ്ഗമില്ല. ഇവരിതൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും പ്രകാശനാണെങ്കിൽ വേദന കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വക്കീലാണെങ്കിലും, ഒരു കാര്യം ചെയ്യാം പ്രകാശ, ഞാൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാം. അവിടെ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസാക്ഷിയുടെ പുറത്ത് മാത്രം ഞാൻ ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞ് പ്രകാശനെ വാരിക്കോരി പുള്ളിക്കാരൻ ആശുപത്രിയിൽ എത്തിക്കുക. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ദീപയാണ്. അപ്പൊ ദീപയാണെങ്കിലോ മക്കള് കോടതി പോയിട്ട് എന്തായി എന്ന് അറിയാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താകും ദൈവമേ, എൻ്റെ കല്യാണിക്കെതിരെ എങ്ങാനും വിധി വരുമോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുന്ന ദീപയുടെ അടുത്തേക്ക് ചിരിച്ച മുഖവുമായി നമ്മുടെ കിരണും കല്യാണിയും കൂടി ചെല്ലുമ്പോഴത്തേക്കിനും കിരണിന്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ കാണും. മോനെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? കോടതി വിധി വിക്രത്തിനെതിരെ ആണോ എന്ന് ചോദിക്കുകയാണ്. അതെ അമ്മേ, ഇത് കല്യാണിയുടെ ആ ഒരു പെർഫോമൻസ് അമ്മ ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു. സത്യത്തിന് നീതിക്കോ ഒന്നും നിരക്കാത്ത ഒരു കാര്യവും നമ്മുടെ കല്യാണി ചെയ്യില്ലല്ലോ. അത് ശരിയാ മോനെ. അവൾക്ക് പ്രത്യേകിച്ച് സംസാരശേഷി തിരികെ ലഭിച്ചതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങളാണ് തൻ്റെ മകള് ചെയ്യുന്നത് എന്നുള്ള കാര്യം ദീപ കിരണിനോട് പറയുമ്പം കിരണാണെങ്കിലും, അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ ഇവളിങ്ങനെ ചേർത്ത് നിർത്തുന്നത്. എന്തായാലും അമ്മയുടെ മകനെ ശിക്ഷിച്ചു, അവന് ശിക്ഷ കിട്ടിയാൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല മോനെ. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ചവിട്ടി അരച്ചവനാണവൻ. അവന് അത് തന്നെയാണ് കിട്ടേണ്ടത്. അവൻ്റെ അച്ഛനും ഒക്കെ ഒരുപാട് അനുഭവിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദീപയാണെങ്കിൽ തൻ്റെ മക്കളെ കൂട്ടി അകത്തോട്ട് പോവുകയാണ്. പിന്നീടാണെങ്കിലും ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന പ്രകാശനെ നോക്കുന്ന വക്കീലാണെങ്കിലും, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ആശുപത്രി ബില്ല് മുഴുവൻ തൻ്റെ പെടലിക്ക് ആകുമെന്നുള്ള പേടി പുറത്ത് പെട്ടെന്ന് തന്നെ പ്രകാശൻ കൊടുത്ത നമ്പറിൽ വിളിച്ചു പറയുക. ഡോക്ടറാണെങ്കിലോ വന്ന് വിവരങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടറോട് വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടറെ രക്ഷപ്പെടുവോ അയാള്? ഇപ്പം തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ബില്ല് സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിലും ഇവിടുത്തെ സ്ഥിതി അത് തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ ആരെങ്കിലും റിലേറ്റീവ്സ് വരണം. വക്കീലിന് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഡോക്ടറെ, ഞാൻ ഇയാളുമായിട്ട് ഒരു കേസിന്റെ കാര്യത്തിന് ഇടപെട്ടതാണ്. ഇയാളുടെ മകനെ അവിടെ വെച്ച് ശിക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് മറ്റാരും ഇങ്ങോട്ട് എത്തിക്കാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇയാളുമായിട്ട്, അത് ഒരു മാനസിക പരിഗണന വിചാരിച്ച് മാത്രമാണ് താൻ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള കാര്യം വക്കീൽ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ മൂങ്ങാമുത്തശ്ശി കരഞ്ഞു വിളിച്ച് വരിക, സാറന്മാരെ എൻ്റെ മോൻ എവിടെയാണെന്ന് ചോദിച്ച്. പെട്ടെന്ന് തന്നെ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ദാ ICU റൂമിലുണ്ട്, അയാൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളോട് വിവരങ്ങൾ പറയാനായിട്ട് അയാൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ദേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, ഞാൻ ഇവിടുന്ന് പോകാമെന്നും പറഞ്ഞ് വക്കീൽ അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ നമ്മുടെ മൂങ്ങാമുത്തശ്ശി ആണെങ്കിലോ, ഈശ്വര ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡോക്ടറെ ഒന്ന് നിൽക്കാവോ എന്ന് ചോദിച്ച് ഡോക്ടറിന് പിന്നാലെ പോവുകയാണ്.
ഡോക്ടർ ആണെങ്കിലോ പ്രകാശന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ പ്രകാശനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്താലാണ് ഇവിടുത്തെ കാശൊന്ന് ഒപ്പിക്കാൻ പറ്റുക എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ പൊന്നു സാറേ, ഞാൻ എവിടെന്നെങ്കിലും കാശ് ഒപ്പിച്ചു തരാം, സാറൊരു കാര്യം ചെയ്യും, പ്രകാശനെ ഇപ്പൊ ചികിത്സയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കാശ് കൊണ്ടുവന്നോളാം, ആ ഇഞ്ചക്ഷൻ പറഞ്ഞതെങ്കിലും ഒന്ന് വെക്ക് സാറേ എന്ന് പറയുകയാണ്. അപ്പം ഇത് എൻ്റെ ആശുപത്രിയേ അല്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള പരിധികളുണ്ട്. ഇത് എൻ്റെ ആശുപത്രി ആയിരുന്നെങ്കിൽ ആരോടും ചോദിക്കാതെ ഇയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചേനെ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഇയാളെ ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പം മുത്തശ്ശിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, പുള്ളിക്കാരിയുടെ കയ്യിൽ ഒരു മാർഗവും ഇല്ലല്ലോ. പുള്ളിക്കാരിയാണെങ്കിൽ നേരെ നമ്മുടെ പ്രകാശനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് ചെല്ലുമ്പോൾ പ്രകാശൻ കണ്ണു തുറന്ന് തന്നെ കിടക്കുക. പക്ഷേ വേദനകളൊക്കെ കടിച്ചമർത്തിക്കൊണ്ടുള്ള ആ ഒരു കിടപ്പ് അത് കണ്ട അമ്മയുടെ ചങ്ക് പെടഞ്ഞു നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്